ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് മിഠായി പൊതിയുടെ പുതിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് 100 ചോദ്യങ്ങളാണ് എന്നുള്ളത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു. ശരിയായ ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശിയായ പ്രസിഡന്റ് ആരായിരുന്നു? ചോദ്യം തീർന്നതിന് ശേഷം പറഞ്ഞാൽ മതി, ആളുകൾക്കെങ്കിലും കേൾക്കാൻ പറ്റൂ. ജോർജ് യൂൾ. ശരിയായ ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബെസന്റ്. ക്വസ്റ്റ്യൻ കഴിയട്ടെ, അപ്പോൾ ബാക്കി കൂട്ടുകാർക്ക് ഉത്തരം പറയാനും പറ്റും. മലയാളിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായർ. അദ്ദേഹം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? 1897 അമരാവതി സമ്മേളനം 1897. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ജ്യോതിറാവു ഫുലെയാണ് അംബേദ്കറുടെ. ആദ്യമായിട്ട് ദളിതൻ എന്ന വാക്ക് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ഗുലാംഗിരി അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. കോൺഗ്രസിലെ മിതവാദികൾ തീവ്രവാദികൾ സ്പ്ലിറ്റ് വന്നപ്പോൾ മിതവാദികളുടെ നേതാവ് അല്ലെങ്കിൽ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം. 1907 കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായ ഒരു സമ്മേളനത്തിൽ രണ്ടായി പിരിഞ്ഞത്. 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ്. അല്ലെ? റാഷ് ബിഹാരി ബോസ്. അവർ ഒന്നിച്ചത് പിന്നീട് രണ്ടു കൂട്ടരും തീവ്രവാദികളും മിതവാദികളും ഒന്നിക്കുന്നത് 1916 ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അന്ന് ആരായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ? അംബിക ചരൺ മജുംദാർ. കോൺഗ്രസ് പൂർണ്ണ സ്വരാജാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ? 1929 ലാഹോർ സമ്മേളനം. ശരിയായ ഉത്തരം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആദ്യമായിട്ട് ഏത് സമ്മേളനത്തിലാണ്? 1938 ഹരിപുര സമ്മേളനം. ശരിയായ ഉത്തരം. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന വിശേഷണമുള്ളത് ആർക്കാണ്? അതെ, പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ. പട്ടാഭി സീതാരാമയ്യയെ തിരഞ്ഞെടുപ്പിലൂടെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനായ വ്യക്തി എന്ന സുഭാഷ് ചന്ദ്രബോസ് ആ നേട്ടത്തിലേക്ക് എത്തിയത് ഏത് വർഷം ഏത് സമ്മേളനത്തിൽ? 1939 ത്രിപുരി സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം കോൺഗ്രസ് പാസാക്കിയത് എന്ന്? 1942 ഓഗസ്റ്റ് 8. 1942 ഓഗസ്റ്റ് 8 തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം. ശരിയായ ഉത്തരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജെ ബി കൃപലാനി. ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് ഏതു വർഷം? 1893. ശരിയായ ഉത്തരം. 1893. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത് ഒരു വ്യവസായ സംരംഭത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ വക്കീലായിട്ടാണ്. ആരുടെ? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എവിടമാണ്? സൗത്ത് ആഫ്രിക്കയാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല. ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത്? ഗുജറാത്തി ഭാഷ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി? ബാരിസ്റ്റർ ജി പി പിള്ള. ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന കപ്പലിന്റെ പേരെന്തായിരുന്നു? SS പൊങ്കോള. ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് ഏതു വർഷം? 1930 മാർച്ച് 12. 1930 മാർച്ച് 12. തകരാൻ പോകുന്ന ബാങ്കിലെ കാലഹരണപ്പെട്ട ചെക്ക്, പിൻതീയതിയിട്ട ചെക്ക് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് മിഷനെ തന്നെയാണ്. ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ശരിയായ ഉത്തരം. സി രാജഗോപാലാചാരിയാണ്. മഹാത്മാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 78 വയസ്സ്. ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത്? രാജ്ഘട്ട്. ശരിയായ ഉത്തരമാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാഷ്ട്രീയ നേതാവാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയായ ഉത്തരമാണ്. ആധുനിക മനു ആരാണ്? ബി ആർ അംബേദ്കർ. ആരെയാണ് ബ്രിട്ടീഷുകാർ വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് വിളിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെ. 28ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ശരിയായ ഉത്തരം. ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ ഒരു അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി ആരെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്?
റാഡ്ക്ലിഫ്. സർ റാഡ്ക്ലിഫിനെയാണ് ശരിയായ ഉത്തരം. 1857 കലാപത്തിന്റെ കാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് ആര്? കാനിങ് പ്രഭു. ശരിയായ ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. വളരെ ശരിയായ ഉത്തരമാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരുടേത്? ബാലഗംഗാധര തിലകിന്റേതാണ്. ശരിയായ ഉത്തരമാണ്. അനുശീലൻ സമിതിയുടെ മുഖപത്രം ഏത്? യുഗാന്തർ. ഗദ്ദർ. ഓക്കെ, ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ആര്? ലാലാ ഹർദയാൽ. ശരിയായ ഉത്തരം. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധി ജീവിച്ചിരുന്നത് ആകെ എത്ര ദിവസങ്ങൾ? 168 ദിവസങ്ങൾ. എത്ര ദിവസങ്ങളാണ്? 168 ദിവസങ്ങൾ. ജാലിയൻ വാലാബാഗിൽ അങ്ങനെ വെടിയുതിർക്കാനായിട്ട് നേതൃത്വം കൊടുത്തത് ആരാണ്? ജനറൽ ഡയർ. ശരിയായ ഉത്തരം. ബർദോളി സത്യാഗ്രഹ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ വല്ലഭായ് പട്ടേൽ. ശരിയായ ഉത്തരം. 1926 നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ആര്? ഭഗത് സിംഗ്. വളരെ ശരിയായ ഉത്തരം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകം? മൗലാന അബുൽ കലാം ആസാദ്. ശരിയായ ഉത്തരം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അയച്ചത് ഏത് മിഷനെയാണ്? ക്രിപ്സ് മിഷൻ. ശരിയായ ഉത്തരം. ഇന്ത്യൻ നാഷണൽ ആർമി INA വിചാരണ തടവുകാരുടെ ട്രയൽ വിചാരണ നടന്നത് എവിടെ വെച്ച്? ചെങ്കോട്ടയിൽ വെച്ച്. ശരിയായ ഉത്തരം. വേവൽ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടത് ഏതു വർഷം? 1945. വളരെ ശരിയായ ഉത്തരം. രാജാജി എന്ന് വിശേഷണം നൽകിയത് അല്ലെ വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സി രാജഗോപാലാചാരിയാണ്. കറക്റ്റ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്? കോൺവാലിസ് പ്രഭു. വെരി കറക്റ്റ്. വിപ്ലവങ്ങളുടെ മാതാവ് അല്ലെ വിപ്ലവകാരികളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി മാഡം ബിക്കാജി കാമയാണ്. കറക്റ്റ്. ഉപ്പു സത്യാഗ്രഹ സമയത്തെ വൈസ്രോയി ആര്? വളരെ ശരി. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ശരിയായ ഉത്തരമാണ്. 53ാമത്തെ ചോദ്യത്തിലേക്ക്. അക്ബറാസ് അതുപോലെ ലാത്തി ക്ലബ്ബുകൾ ഇവയ്ക്കൊക്കെ രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്? ബാലഗംഗാധര തിലക്. നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വർഷത്തെ CM കിഡ് LP LSS ക്ലാസുകൾ നമ്മൾ ഒഫീഷ്യലി തുടങ്ങിയിട്ടുണ്ട്. ഇനി അഡ്മിഷൻ 1 മാസത്തേക്ക് കൂടെ നമ്മൾ വെക്കുകയാണ്. നമ്മുടെ 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഗ്രൂപ്പിൽ ഉറപ്പായിട്ടും ചേരേണ്ടതാണ്. ഇതില് നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടിംഗ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുന്നതേ ഉള്ളൂ. റിയൽ ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഫുൾ ഫ്ലെഡ്ജിൽ വരുന്നത് 1 മാസം കഴിഞ്ഞായിരിക്കും. എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കാവുന്നതാണ്, സുഖമായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു LSS ക്ലാസ്സിൽ ഓഡിയോ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ, ഗൂഗിൾ മീറ്റുകൾ, മറ്റ് പാഠങ്ങളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഒപ്പം ഇത്തരത്തിൽ ക്വിസ് മത്സരങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ജനറൽ നോളജും കറന്റ് അഫയേഴ്സും നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതുപോലെ ഗ്രൂപ്പിന്റെ ഭാഗമാകാനും ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തടവിലാക്കപ്പെട്ട ആദ്യത്തെ വനിത ആര്? അല്ല, രുക്മിണി ദേവി ലക്ഷ്മിപതി. രുക്മിണി ലക്ഷ്മിപതി. ആരാണ്? രുക്മിണി ലക്ഷ്മിപതി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏതാണ്? സാന്താൾ കലാപം. ന്യൂ ഇന്ത്യ എന്ന പത്രം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി? ന്യൂ ഇന്ത്യ ആൻഡ് കോമൺ. ആരാ? ആനി ബസന്റ്. ശരിയായ ഉത്തരം. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതാര്? ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരം. സന്യാസി കലാപം നടന്നത് ഏത് സംസ്ഥാനത്ത്? ബംഗാളിലാണ്. വെരി ഗുഡ്. ധർമ്മസഭ സ്വാതന്ത്ര്യ സമരകാലത്തെ മറ്റൊരു സംഘടനയാണ്. ആരാണ് ധർമ്മസഭ എന്ന സംഘടന ഓർഗനൈസ് ചെയ്തത്? രാധാകാന്ത് ദേവ്. ആരാണ്? മഹാത്മാഗാന്ധി മഹാരാഷ്ട്രയിൽ തന്റെ സേവാഗ്രാം ആശ്രമം തുടങ്ങിയത് ഏതു വർഷം? 1936. ശരിയായ ഉത്തരമാണ്. 1936. റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോയപ്പോൾ മഹാത്മാഗാന്ധി ഒരു ബ്രിട്ടീഷ് രാജാവിനെ സന്ദർശിച്ചിരുന്നു. ആരെ? ജോർജ് അഞ്ചാമൻ. കറക്റ്റ്. പഞ്ചാബ് നൗജവാൻ സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? ഭഗത് സിംഗ്. നേരത്തെ ചോദിച്ചല്ലേ, സ്ഥാപകനും ആദ്യത്തെ സെക്രട്ടറിയും ഭഗത് സിംഗ് തന്നെ. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ വി ഡി സവർക്കർ. ശരിയായ ഉത്തരം. നെഹ്റു ഇസ് എ പാട്രിയറ്റ് വൈൽ ജിന്ന ഇസ് എ പൊളിറ്റീഷ്യൻ. നെഹ്റു ഒരു രാജ്യസ്നേഹിയാണ്, എന്നാൽ ജിന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ആര് പറഞ്ഞു?
മുഹമ്മദ് ഇക്ബാൽ, അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ വാക്കുകളാണ്. ഹിന്ദു വേസ് ഓഫ് ലൈഫ് ആരുടെ പുസ്തകം? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റേതാണ് ഹിന്ദു വേസ് ഓഫ് ലൈഫ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് അരവിന്ദ് ഘോഷ്. രാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് രാഷ് ബിഹാരി ബോസ്. ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ആര്? ഇർവിൻ പ്രഭു. രഘുപതി രാഘവ രാജാറ ആര് സംഗീതം കൊടുത്തു? വിഷ്ണു ദിഗംബർ പുരസ്കാർ ശരിയായ ഉത്തരം. ഇന്ത്യയുടെ പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഡോക്ടർ കെ എൻ രാജു. മലയാളിയാണ്. ശരി ഉത്തരം. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി? പി ഗോവിന്ദമേനോൻ. ആരാണ്? പി ഗോവിന്ദമേനോൻ. യെസ്. മഹാത്മാഗാന്ധിയുടെ ആത്മീയ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെ ശരിയായ ഉത്തരം. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം 47-48 ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ശരിയായ ഉത്തരം. ദുർഗേശ നന്ദിനി ഒരു ബംഗാളി നോവലാണ്. ആരെഴുതി? ബങ്കിം ചന്ദ്ര ചാറ്റർജി ശരിയായ ഉത്തരം. നിവർത്തന പ്രക്ഷോഭത്തിന് നിഷാൻ ആ പേര് നൽകിയത് ആരാണ്? ഐ സി ചാക്കോ. റൈറ്റ്. ഭൂദാന പ്രസ്ഥാനം തുടങ്ങിയ സ്ഥലം? പോച്ചമ്പള്ളി. വെരി കറക്റ്റ്. ജനഗണമന നമ്മൾ ആലപിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം ശരിയായ ഉത്തരം. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര്? പിങ്കളൈ വെങ്കയ്യ. വളരെ കറക്റ്റായ ഉത്തരം. ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മാണം നടത്താൻ അനുവദിക്കപ്പെട്ട ഒഫീഷ്യൽ സംഘടന? കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ഹുബ്ലി കർണാടക. കർണാടകയിലെ ഹുബ്ലിയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആന ശരി ഉത്തരം. ഇന്ത്യയുടെ ദേശീയ മൃഗം? കടുവ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ? ഇന്ത്യ എന്റെ രാജ്യം, എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ആരെഴുതി? പി വി സുബ്ബറാവു. പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ശരിയായ ഉത്തരം. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമനമ്പി. കറക്റ്റ് ഉത്തരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് രാജാറാം മോഹൻ റോയ്. ലോകഹിതവാദി ആർക്കുള്ള വിളിപ്പേര്? ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖ്. ആരാണ്? ഗോപാൽ ഹരി ദേശ്മുഖ്. സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് ആര് കൊണ്ടുവന്നു? വെല്ലസ്ലി പ്രഭു ശരിയായ ഉത്തരം. മംഗൾ പാണ്ഡെയായിട്ട് വേഷമിട്ടത് സിനിമയിൽ ആരാണ്? അമീർ ഖാൻ ശരിയായ ഉത്തരം. ദ ക്യൂൻ ഓഫ് ജാൻസി ആരുടെ പുസ്തകം? മഹേശ്വര ദേവിയാണ് ശരിയായ ഉത്തരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമേസ്റ്റൺ പ്രഭു ശരിയായ ഉത്തരം. നമ്മുടെ അവസാനത്തെ 10 ചോദ്യങ്ങളിലേക്ക് 90 ചോദ്യങ്ങൾ കഴിഞ്ഞു. യെസ്. കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആര്? ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? സ്വാമി വിവേകാനന്ദൻ. മൈക്കിൾ ഡയറിനെ പിന്തുടർന്ന് വധിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഉദ്ധം സിംഗ് ശരിയായ ഉത്തരമാണ്. പെരിയോർ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആ പേരിൽ അറിയപ്പെടുന്നത്? ഇ വി രാമസ്വാമി നായ്ക്കർ. നിങ്ങൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ പറഞ്ഞാൽ കേൾക്കില്ല. പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ. വാസ്കോഡ ഗാമ എന്നാണ് കേരളത്തിൽ വന്നത്? 1498 മെയ് 20. യെസ്. 1498 മെയ് 20. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആര്? പറഞ്ഞു. പ്രൊഫസർ സണ്ണി ജോസഫ്. ഡോക്ടർ കെ എസ് മണിലാൽ. ആരാണ്? ഡോക്ടർ കെ എസ് മണിലാൽ. മയ്യഴി ഗാന്ധി മയ്യഴി വിമോചന നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്? ഐക്യകുമാരൻ മാസ്റ്റർ. നിഷാൻ നെയിൽഡ് ഇറ്റ്. സൂപ്പർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിത? ദാക്ഷായണി വേലായുധൻ. നിഷാൻ വീണ്ടും തകർത്തിരിക്കുന്നു. മൊറാഴ സമരം നടന്ന വർഷം? 1940. നിബി പൊളിച്ചടക്കി. 1936 തൃശൂർ ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഇക്കണ്ട വാര്യർ. അവസാനത്തെ ചോദ്യം, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100ാമത്തെ ചോദ്യം. 1857 ലഹളെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ദേശീയ കലാപം നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ബെഞ്ചമിൻ ഡിസ്രേലി. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. 100 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 100 ചോദ്യങ്ങൾ പഠിച്ചത് നന്നായിട്ട് തന്നെ പഠിക്കുക.
KPST ക്വിസ് ഈ വരുന്ന 11-നാണ്. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്വിസുകളും വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ സ്വാതന്ത്ര്യ സമരം, ഗാന്ധി, നെഹ്റു ഒക്കെ പഠിക്കുക. LSS ഗ്രൂപ്പിന്റെ കാര്യവും മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്നെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്, ജോയിൻ ചെയ്യുക. സൂപ്പർ താങ്ക്സ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് അപ്പോൾ വരുന്നതായിരിക്കും. അതുവരെ ശരിക്കും ബൈ. കോട്ടയത്ത് നിന്നും നിശാനൊപ്പം.